ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്ക് ഇതുപോലെ ഒരു ദുപ്പട്ടയിൽ സ്കാലപ്പ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് സ്കാലപ്പ് വർക്ക് ചെയ്യുന്നത്. കുറേ നാളായി മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇങ്ങനെ ദുപ്പട്ടയിൽ ഒരു സ്കാലപ്പ് വർക്ക് ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ ആ ഡിസൈൻ തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 2.5 മീറ്റർ ഓർഗാൻസ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഷൈനിങ് ഉള്ള ടൈപ്പ് ഓർഗാൻസയാണ്. ഈ ഓർഗാൻസയിൽ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് സ്കാലപ്പ് ചെയ്യേണ്ട ആ ബോർഡറിലൊക്കെ ഞാൻ ക്യാൻവാസ് ആദ്യം തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും ഈ ഡിസൈൻ വരച്ചെടുക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. ഈ ഓർഗാൻസേൻ്റെ ഫുൾ വിഡ്ത്ത് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ബോർഡറിന്ന് 2 ഇഞ്ച് വിട്ടിട്ടാണ് ഈ ക്യാൻവാസ് ഒട്ടിച്ചത്. ഇങ്ങനെ 4 ഭാഗത്തും ക്യാൻവാസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിമൂവ് ചെയ്ത് കളയാം. ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ച് വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനിത് ഓർഗാൻസ ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വഴുതി പോകുന്ന ടൈപ്പ് തുണിയല്ലേ, അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസ് ഒട്ടിച്ചിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. അല്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തുണിയാണെങ്കിൽ നമുക്ക് അടിയിൽ പേപ്പർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ചെടുക്കാം. ഞാനിതിപ്പം ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണത്തിൽ സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഷോളിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഈ ക്യാൻവാസിൻ്റെ സെൻറ്ററിലായിട്ട് ഡിസൈൻ വരുന്ന രീതിക്കാണ് ഞാൻ വരക്കുന്നത്. വരക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ പെൻസിൽ, അതിന് തന്നെ പേര് പറയാൻ എനിക്കറിയില്ല, മാർക്കിംഗ് ചോക്കല്ല എടുക്കുന്നത്. ചോക്കാകുമ്പോൾ അതിൻ്റെ പൊടി വേഗം മാഞ്ഞു പോകുന്നില്ലതുകൊണ്ട് ഇതുപോലത്തെ പെൻസിലായിട്ട് കിട്ടുന്ന ആ ഒരു ടൈപ്പ് ചോക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി 4 ബോർഡറിൽ ഇതുപോലെ ഈ സ്കാലപ്പിന്റെ ഡിസൈൻ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ 4 വശത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇവിടെ 2 ടൈപ്പ് നൂലെടുത്തിട്ടുണ്ട്. ഇത് സിൽക്ക് ത്രെഡാണ്, ഓറഞ്ച് കളറിലുള്ളത്. ഇത് മുകളിൽ വരാനും പിന്നെ അതേ സെയിം കളറിലുള്ള കോട്ടൺ ത്രെഡ് അടിയിലുമായിട്ട് വരുന്ന രീതിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കോട്ടൻ്റെ ത്രെഡ് ഞാൻ ബോബിനിൽ ലോഡ് ചെയ്യുന്നുണ്ട്. ഈ സിൽക്ക് ത്രെഡാണ് നമ്മൾ നീഡിലേക്ക് കോർത്തെടുക്കുന്നത്. ഇനി നമുക്ക് നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെയല്ല, മെഷീൻ്റെ അകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ടെൻഷൻ കുറച്ച് കൊടുക്കാം, 0-ലാക്കി കൊടുക്കാം. നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 4-ലായിരിക്കും, ഇപ്പോൾ 0-ൽ സെറ്റ് ചെയ്യാം. പിന്നെ ഈ സെലക്ടർ സിയിലേക്കാക്കി കൊടുക്കാം, 6 സ്റ്റിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വരുന്നത് ഈ 0-നും 1-നും ഇടയിലുള്ള ലെങ്ത്താക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ആ ഡിസൈൻ അനുസരിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് വരുന്ന ആ അടുത്ത ഹമ്പിലേക്ക് കയറുന്ന ആ ഒരു പോയിൻ്റ് സ്റ്റിച്ച് ഇപ്പുറത്തെ സൈഡ് നമ്മൾ നമ്മുടെ ഇടത് സൈഡ് സൂചി കുത്തി നിർത്തിയിട്ട് എടുത്താൽ ആ ഒരു പോയിൻ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും, ക്ഷമയും വേണമെന്നേ ഉള്ളൂ. സാവധാനം ചെയ്തെടുത്താൽ നമുക്ക് നൂലൊന്നും പൊട്ടാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. സ്പീഡ് കൂട്ടിയാൽ മുകളിൽ സിൽക്ക് ത്രെഡ്, നേരിയ സിൽക്ക് ത്രെഡ് അല്ലേ, അപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെ ഒരുപാട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഇനി ഇത്രയും കൂടിയേ ഇല്ലൂ സമാധാനം എന്ന് പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു മടിയെല്ലാം കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കേ നിർത്തിയിട്ട് ഇനി എത്ര ബാക്കിയുണ്ട് നോക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡറെല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ സോൾഡറിങ് അയണാണ് ഉപയോഗിക്കുന്നത്. ചന്ദനത്തിരി ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ ഇതിൻ്റെ അരികെ കത്രിക വെച്ച് കട്ട് ചെയ്തിട്ട്
ഉരുക്കിയെടുക്കുന്നവരുണ്ട്. ഞാൻ സോൾഡറിങ് അയണാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ ഒരു പൊടിക്ക് 2 പക്ഷി എന്നുള്ള രീതിക്ക് കട്ടിയിലും നടക്കും, ഉരുക്കലും നടക്കും. ഈ സംഭവം നല്ല ചൂടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പം അടിയിൽ എന്തെങ്കിലും ഒരു ബേസ് വെക്കണം. നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മേശേൻ്റെ മുകളിൽ വെച്ചിട്ടോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ മേശയായതുകൊണ്ട് അടിയിലൊരു സ്റ്റീലിൻ്റെ ബേസ് വെച്ചിട്ടാണ് ഉള്ളത്. നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കൈക്കൊന്നും കൊള്ളാണ്ട് സാവധാനം നമ്മളെ സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ചിനും കൊള്ളാണ്ട് സാവധാനം കട്ട് ചെയ്ത് ഇങ്ങെടുക്കുക. ഈ സോൾഡറിങ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ ക്യാൻവാസ് വെച്ചത് കൊണ്ടാണ് കുറച്ചൊരു പാടായിട്ട് തോന്നുന്നത്. പക്ഷെ ചെയ്ത് വരുമ്പോൾ കട്ട് ചെയ്ത് വരാൻ ഒരു എളുപ്പം ഉണ്ടായിനി. അപ്പോൾ നമ്മളിതാ സോൾഡറിങ് അയൺ വെച്ചിട്ട് 4 ബോർഡറിലും ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ക്യാൻവാസ് മുറിച്ച് കളയാം. പേപ്പറാണ് വെച്ചതെങ്കിൽ അതങ്ങ് പറിച്ച് കളയേ വേണ്ടൂ. ഇതിപ്പം ക്യാൻവാസ് ആയതുകൊണ്ട് വെച്ചിട്ട് ചെറുങ്ങനെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ദുപ്പട്ട ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്കാലപ്പിങ് ചെയ്യൽ കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ്. ഇത് ആദ്യത്തെ ട്രൈ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.